viewers, welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 17th lecture of Customs Duty and Overview. In today's session, we are discussing about the similarities between internal trade and international trade. Let us discuss the meaning of international trade. Internal trade or domestic trade refers to the exchange of goods and services between the buyers and sellers within the political boundaries of the same country. It may be carried on either as a wholesale trade or a retail trade. External trade or international trade, on the other hand, is the trade between different countries. That is, it extends beyond the political boundaries of the countries engaged in it. In other words, it is the trade between two countries. Hence, it is also known as foreign trade. ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ മീനിങ് പറയുന്നതിന് ആദ്യം നമ്മൾ പറയണം എന്താണ് ഇൻറ്റേർണൽ ട്രേഡ് എന്ന്. ഇൻറ്റേർണൽ ട്രേഡിനെയാണ് ഡൊമസ്റ്റിക് ട്രേഡ് എന്നും പറയുന്നത്. നമ്മുടെ സെയിം കൺട്രിയുടെ ബൗണ്ടറീസിനുള്ളിൽ നിന്നുകൊണ്ട് ഗുഡ്സും സർവീസും എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ഡൊമസ്റ്റിക് ട്രേഡ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യക്കകത്ത് തന്നെയുള്ള ബയേഴ്സും സെല്ലേഴ്സും സാധനങ്ങളും സേവനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുകയാണ് വിത്തിൻ ദ ഡൊമസ്റ്റിക് കൺട്രി ആണ് എങ്കിൽ അത് ഇൻറ്റേർണൽ ട്രേഡാണ്. അങ്ങനെയുള്ള ട്രേഡ് ഹോൾസെയിൽ ട്രേഡുമാവാം റീറ്റെയിൽ ട്രേഡുമാവാം. ദെൻ അടുത്തതാണ് എക്സ്റ്റേണൽ ട്രേഡ് ഓർ ഇൻ്റർനാഷണൽ ട്രേഡ്. അതെന്ന് പറയുന്നത് ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൺട്രീസ് തമ്മിലുള്ള ട്രേഡിനെയാണ് എക്സ്റ്റേണൽ ട്രേഡ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ആ ട്രേഡിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന കൺട്രീസിൻ്റെ പൊളിറ്റിക്കൽ ബൗണ്ടറീസ് മറികടന്നുകൊണ്ടുള്ള ട്രേഡാണ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്. ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ് എന്ന് സിമ്പിളായിട്ട് നമുക്ക് തന്നെ പറയാം. അതിനെ തന്നെയാണ് ഇൻ്റർനാഷണൽ ട്രേഡിനെയാണ് ഫോറിൻ ട്രേഡും എന്നും അറിയപ്പെടുന്നത്. Then look at the similarities between internal and international trade. The following are the basic similarities between the two. First one, satisfaction of consumer. Both in domestic trade and in international trade, success depends upon effectively satisfying the basic requirements of the consumers. ഡൊമസ്റ്റിക് ട്രേഡിലായാലും ഇൻ്റർനാഷണൽ ട്രേഡിലായാലും ബേസിക് റിക്വയർമെൻറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് സക്സസ് ആയിട്ടുള്ള ഒരു ട്രേഡ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിന് എന്താണോ ആവശ്യം അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ട്രേഡാണ് അത്. ഇൻറ്റേർണൽ ട്രേഡ് ആയാലും എക്സ്റ്റേണൽ ട്രേഡ് ആയാലും രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സാണ്. സെക്കൻഡ് വൺ, ഗുഡ് വിൽ ക്രിയേഷൻ. It is necessary to build goodwill both in the domestic market as well as in the international market. If a firm is able to develop goodwill of the consumers, its task will be much simpler than the one which is not able to build up its own reputation. In both the cases, the seller should take all positive measures to gain the confidence of the consumers in his product. ഡൊമസ്റ്റിക് മാർക്കറ്റ് ആയിരുന്നാലും ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആയിരുന്നാലും രണ്ടും ഗുഡ്വിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടിൻ്റെയും ആവശ്യകത. ഫേമിൻ്റെ റെപ്യൂട്ടേഷനേക്കാളും കൺസ്യൂമേഴ്സിൽ നിന്ന് കിട്ടുന്ന ഗുഡ്വിൽ ഡെവലപ്പ് ചെയ്യാനാണ് ഓരോ ഫേമും ശ്രമിക്കേണ്ടത്. ഈ രണ്ട് സാഹചര്യത്തിലും സെല്ലർ തൻ്റെ പ്രോഡക്റ്റിൽ കൺസ്യൂമേഴ്സിനുള്ള കോൺഫിഡൻസ് നേടുന്നതിന് വേണ്ടി എല്ലാ പോസിറ്റീവ് മെഷേഴ്സും സ്വീകരിക്കണം. ഇപ്പോൾ സെക്കൻഡ് സിമിലാരിറ്റി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ട്രേഡിലായാലും ഡൊമസ്റ്റിക് ട്രേഡിലായാലും ഗുഡ് വിൽ ക്രിയേഷൻ കോമൺ ആയിട്ടുണ്ട്. തേർഡ് വൺ, മാർക്കറ്റ് റിസർച്ച്. ദ മാർക്കറ്റിംഗ് പ്രോഗ്രാം ഷുഡ് ബി ഫോർമുലേറ്റഡ് ആഫ്റ്റർ എ കെയർഫുൾ മാർക്കറ്റ് റിസർച്ച് ആൻഡ് സർവേ. ദിസ് പ്രൊപ്പോസിഷൻ ഷാൾ ഹോൾഡ് ഗുഡ് ഇൻ ബോത്ത് ദ കേസസ്. Failure to assess the target market shall ultimately bring failure in the task of marketing. മൂന്നാമത്തെ സിമിലാരിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റ് റിസർച്ചാണ്. നമ്മളൊരു കെയർഫുൾ ആയിട്ടുള്ളൊരു മാർക്കറ്റ് റിസർച്ചും സർവേയും കണ്ടക്ട് ചെയ്തതിന് ശേഷം മാത്രമേ മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ഫോർമുലേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇൻ്റർനാഷണൽ മാർക്കറ്റിലായാലും ഡൊമസ്റ്റിക് മാർക്കറ്റിലായാലും
നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മാർക്കറ്റിൽ ഇനി എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് നമുക്ക് റിസർച്ചും സർവേയും കണ്ടക്ട് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അസസ് ചെയ്യുന്ന ടാർഗറ്റ് മാർക്കറ്റ് ഫെയിലർ ആയി കഴിഞ്ഞാൽ അത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ടാസ്ക് ഫുള്ളായിട്ടും ഫെയിലർ ആവാൻ കാരണമാവും. അതുകൊണ്ട് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് രണ്ട് കേസിലും, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ ട്രേഡിലായാലും ഡൊമസ്റ്റിക് ട്രേഡിലായാലും മാർക്കറ്റ് റിസർച്ച് കണ്ടക്ട് ചെയ്തിരിക്കണം. The next one is product planning and development. Research and development with a view to product improvement and adaptation is necessary in both internal and international trade. Particularly, the marketer should keep a constant watch over the market situation and the changes occurring in the consumer's taste and the preferences, and develop or modify his product to suit the needs of his customers. പ്രോഡക്റ്റ് പ്ലാനിങ്ങിൻ്റെയും ഡെവലപ്മെൻറ്റിൻ്റെയും കാര്യത്തിലും ഈ രണ്ട് ട്രേഡുകളും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ വ്യൂ പോയിൻറ്റിനനുസരിച്ച് പ്രോഡക്റ്റിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റും പുതിയ പ്രോഡക്റ്റിൻ്റെ അഡാപ്റ്റേഷനും ഒക്കെ ആവശ്യമെങ്കിൽ ഇൻറ്റേർണൽ ട്രേഡിലും നടത്താം, ഇൻ്റർനാഷണൽ ട്രേഡിലും നടത്താം. മാർക്കറ്റിലെ സിറ്റുവേഷൻ നോക്കിയിട്ട് എന്തൊക്കെ ചേഞ്ചസ് ആണ് കൺസ്യൂമേഴ്സ് അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ ഉള്ളതെന്നനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിനെ മോഡിഫൈ ചെയ്യുകയോ പുതിയ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ എന്താണോ കൺസ്യൂമേഴ്സിൻ്റെ ആവശ്യം അതിനനുസരിച്ച് പ്രോഡക്റ്റിനെ പ്ലാൻ ചെയ്യുകയും പ്രോഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഫോർത്ത് സിമിലാരിറ്റി പറയുന്നത്. അത് ഇൻ്റർനാഷണൽ ട്രേഡിലായാലും ഇൻറ്റേർണൽ ട്രേഡിലായാലും രണ്ടിടത്തും പ്രോഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തുന്നുണ്ട്. These are the similarities between internal trade and international trade. Okay, this is all for today's session. Thank you for listening.